നമ്മുടെ ഈദാണ്. സോ ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോവാണ്. സുഖം. ഈദാണ്. സോ എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട മൈലാഞ്ചി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, പക്ഷെ വലിയ രസമില്ല, കുഴപ്പമില്ല. എല്ലാവരും ഈദായിട്ട് നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ കിച്ചണിൽ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. പിന്നെ അത്താണെങ്കിൽ പള്ളിയിൽ പോയി. അപ്പം എല്ലാവരും ഇങ്ങനെ ഞാൻ കിച്ചണിൽ അമ്മ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പെരുന്നാളിൽ നിന്ന് രാവിലെ ഉണ്ടാക്കിയ ഞങ്ങളുടെ വീട്ടിലെ ഡിഷസൊക്കെ കാണിച്ചു തരാം. പൊറോട്ടയും പിന്നെ ബീഫ് കറിയും ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇത് ബീഫ് കറിയാണ്, നല്ല അടിപൊളി ബീഫ് കറിയാണ്. പിന്നെ ഇത് ബീഫ് ഫ്രൈ ചെയ്യുകയാണ്. പിന്നെ പൊറോട്ട അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കഴിച്ചത്, നന്നായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. മുടിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. സോ ഗൈസ്, ഞാൻ എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതായിട്ട് എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ കാണത്തില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. പക്ഷേ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഭയങ്കര സിമ്പിളാണ്. ഞാൻ കുറച്ച് പൗഡർ, കുറച്ച് ലിപ് ബാം, പിന്നെ തോന്നിയാൽ മാത്രം കണ്ണെഴുതും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൺസ്ക്രീനാണ് എടുക്കുന്നത്. ഇതാണ് എടുക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോൾ നല്ല ചൂടല്ലേ, എനിക്കാണെങ്കിൽ എൻ്റെ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻ ഇന്ന് വരെ കാണിക്കാൻ പറ്റില്ല. ഞാൻ ഏത് സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഉപയോഗിച്ചാലും 2-3 സ്ക്രീനിലേക്ക് ഇങ്ങനെ ചെറിയ പിമ്പിൾസ് ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, കസിൻ്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. സോ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം. സോ കമൺ. അടുത്തതായിട്ട് നമുക്ക് സാധാ പൗഡർ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഈ പൗഡർ ഇടാം കേട്ടോ. ഞാൻ ഈ സാധാ പൗഡർ. സോ കണ്ണെഴുതി കഴിഞ്ഞു. കണ്ണെഴുതി കണ്ടോ? പക്ഷേ കാര്യം കേട്ടോ, ഞാൻ കണ്ണെഴുതിയപ്പോൾ ഒരു കണ്ണ് വേറൊരു സ്റ്റൈലും ഒരു കണ്ണ് വേറെ സ്റ്റൈലാക്കി. അതിന് സ്വാഭാവികമാണ്, എപ്പോഴും അങ്ങനെ ആണ്. ഒരു കണ്ണ് വേറെ സ്റ്റൈലും ഒരു കണ്ണ് വേറെ, രണ്ടും ഒരേപോലെ എനിക്ക് ഇന്ന് കിട്ടിയില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ലിബാം ഇടാം. അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ലിബാം ഇടാൻ. ഞാൻ ഈ ലിബാമാണ് കേട്ടോ ഇപ്പോൾ ഇടുന്നത്. സോ ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാം, ലൈറ്റായിട്ട്. അപ്പോൾ അതും ഇട്ട് കഴിഞ്ഞു. സോ ഗായ്സ്, ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല. ഇനി കമ്മലിടണം, പിന്നെ മാല ഇടണം, മുടിയും കൂടി കെട്ടണം. സോ ഗായ്സ്, ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു മാല ഇട്ട്, പിന്നെ ഈ കമ്മലായിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കമ്മലിന് ഈ ഡ്രസ്സിനോട് അത്ര മാച്ചേ ഇല്ല, എന്നാൽ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുടി എങ്ങനെ കെട്ടിയാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഞാൻ എന്താ ചെയ്യാൻ? മുടി കണ്ടോ ഒരുമാതിരി ഇരിക്കുന്നത്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുടി എങ്ങനെ കെട്ടിയാലും ഫൈനലി കൊള്ളില്ല, ഒരുമാതിരി മുടിയാണ്. പിന്നെ എൻ്റെ മെഹന്തി കണ്ടല്ലോ, ഞാൻ ഓൾറെഡി കാണിച്ചത് കണ്ടോ, നിങ്ങൾ ഓൾറെഡി കാണിച്ചതാണ്. ഇതിൽ ഇങ്ങനെ ഇവിടെ ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷേ അങ്ങനെ ഇടാൻ പറ്റിയില്ല. ഞാൻ വലിയ മണ്ഡല ആർട്ടൊക്കെയാണ് എടുത്തത്, പക്ഷേ സംഭവം ഇട്ട് വന്നപ്പോൾ എല്ലാം കൊളായിപ്പോയി. സോ ഫൈനലി ഇത് ഇട്ടു. ഇത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. സോ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ആ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി ഈ ഹെയർ സ്റ്റൈലാക്കി. ആ ഹെയർ സ്റ്റൈൽ എനിക്ക് തീരെ ചേരുന്നില്ലായിരുന്നു, ഞാൻ അത് മാറ്റി. പിന്നെ ഈ സാധനം
വൈകിട്ട് കസിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കസിൻസൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് നൈറ്റ് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചത്. ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു. പപ്പടം, സാലഡ്, അച്ചാറ്, ബീഫ് ബിരിയാണി ഇതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞൊരു 10:30 എന്തോ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് വീട്ടിൽ പോയി.